All of you, welcome to History Online class. Today, we have discussed the Plus 2 History 5th chapter Through the Eyes of Travelers. എല്ലാവർക്കും ഹിസ്റ്ററി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ അഞ്ചാമത്തെ ചാപ്റ്ററായ സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 3 ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ സഞ്ചാരികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആരാണ്? അൽബെറൂനി. ദെൻ സെക്കൻഡ് പേഴ്സൺ ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത വാസ് ആൻ അറബ് ട്രാവലർ. ഇബ്നു ബത്തൂത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇബ്നു ബത്തൂത്ത വാസ് ആൻ അറബ് ട്രാവലർ. ഒരു അറേബ്യൻ അല്ലെങ്കിൽ എന്താണ് അറബ് സഞ്ചാരിയാണ്. ആര്? ഇബ്നു ബത്തൂത്ത ഒരു അറബ് സഞ്ചാരിയാണ്. ഹിസ് ബുക്ക് കോൾഡ് റിഹ്ല. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് എന്ത്? റിഹ്ല. ഈ ബുക്ക് വാസ് റിട്ടൺ ബൈ ഇൻ അറബിക് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിലാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്? അറബി ലാംഗ്വേജിലാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതായത് ഇബ്നു ബത്തൂത്തയുടെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഫേമസ് ബുക്കാണ് ഏത്? റിഹ്ല. ദിസ് ബുക്ക് വാസ് റിട്ടൺ ബൈ ഇൻ അറബിക് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിലാണ്? അറബി ലാംഗ്വേജിലാണ് അല്ലെങ്കിൽ അറബി ഭാഷയിലാണ് ഏത് ബുക്ക് എഴുതിയിട്ടുള്ളത്? റിഹ്ല എന്ന ബുക്ക്. റിഹ്ല ആരുടെ ബുക്കാണ്? ഇബ്നു ബത്തൂത്ത. Then he was born in Tangier, Morocco, North Africa. അതായത് നോർത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ വടക്കേ ആഫ്രിക്കയിലെ മൊറോക്കോയിലുള്ള ടാൻജിയർ എന്ന പ്രദേശത്താണ് ആര് ജനിച്ചത്? ഇബ്നു ബത്തൂത്ത ജനിച്ചത്. ഹി വാസ് ബോൺ ഇൻ മൊറോക്കോ നോർത്ത്, അതായത് ഹി വാസ് ബോൺ ഇൻ ടാൻജിയർ ഇൻ 1304. അതായത് 1304 ടാൻജിയർ എന്ന പ്രദേശത്താണ് ആര് ജനിച്ചത്? ഇബ്നു ബത്തൂത്ത ജനിച്ചത്. ഹി റിസീവ്ഡ് ലിറ്റററി ആൻഡ് സ്കോളാസ്റ്റിക് എഡ്യൂക്കേഷൻ ഇൻ ഹിസ് ഏർലി ലൈഫ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഒരു മികച്ച വിദ്യാഭ്യാസം നേടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിസ് റിസീവ്ഡ് ലിറ്റററി ആൻഡ് സ്കോളാസ്റ്റിക് എഡ്യൂക്കേഷൻ ഇൻ ഹിസ് ഏർലി ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ഹിസ് കൺസിഡേർഡ് experience gained through travels as more important source of knowledge than books. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ബുക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളേക്കാൾ കൂടുതൽ നോളജ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ മോർ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബുക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളേക്കാൾ കൂടുതൽ നോളജ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? സഞ്ചാരത്തിലൂടെയാണ് എന്നാണ് ആരുടെ കൺസെപ്റ്റ്? ഇബ്നു ബത്തൂത്തയുടെ കൺസെപ്റ്റ്. ഹി കൺസിഡേർഡ് എക്സ്പീരിയൻസ് ഗെയിൻ ത്രൂ ട്രാവൽസ് ആസ് മോർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് നോളജ് ദാൻ ബുക്സ്. ബുക്കിൽ നിന്നുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് എങ്ങനെ ലഭിക്കും? ഒരു സഞ്ചാരത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് ഇബ്നു ബത്തൂത്തയുടെ കാഴ്ചപ്പാട്. ഹി ലവ് ട്രാവലിംഗ് ആൻഡ് വെന്റ് ഫാർ ഓഫ് പ്ലേസസ് എക്സ്പ്ലോറിംഗ് ന്യൂ വേർഡ്സ് ആൻഡ് പീപ്പിൾസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമായിരുന്നു എന്ത്? സഞ്ചാരം കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇബ്നു ബത്തൂത്ത. അതുകൊണ്ട് തന്നെ നിരവധി പ്രദേശങ്ങൾ അദ്ദേഹം സഞ്ചരിക്കുകയും അതുപോലെ വ്യത്യസ്ത ആളുകളെക്കുറിച്ച് പഠിക്കാനുമാണ് ആർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്? ഇബ്നു ബത്തൂത്തയ്ക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഹി ലവ് ട്രാവലിംഗ്. അദ്ദേഹം ലവ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്തിനെ? ട്രാവലിംഗ്, സഞ്ചാരത്തെ കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രദേശങ്ങൾ വെന്റ് ഫാർ ഓഫ് പ്ലേസസ് എന്താണ്? വ്യത്യസ്തമായ പ്രദേശങ്ങൾ, എക്സ്പ്ലോറിംഗ് ന്യൂ വേർഡ്സ് ആൻഡ് പീപ്പിൾസ്, വ്യത്യസ്തമായ പ്രദേശങ്ങളെ കാണാനും വ്യത്യസ്തമായ ആളുകളെ കുറിച്ച് അറിയാനും ആയിരുന്നു ആർക്ക് കൂടുതൽ താല്പര്യം? ഇബ്നു ബത്തൂത്തയ്ക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ബിഫോർ ഹിസ് വിസിറ്റ് ടു ഇന്ത്യ ഹി ട്രാവൽഡ് ഇൻ സിറിയ, പേർഷ്യ, യമൻ, ഒമാൻ. അതായത് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന് മുൻപേ അതെന്താണ്? ബിഫോർ ഹി വിസിറ്റ് ടു ഇന്ത്യ ഹി ട്രാവൽഡ് ഇൻ സിറിയ, പേർഷ്യ, യമൻ, ഒമാൻ. അതായത് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപേ തന്നെ ഏതെല്ലാം പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു? സിറിയ, പേർഷ്യ, യമൻ ആൻഡ് ഒമാൻ എന്നീ പ്രദേശങ്ങൾ ഇന്ത്യയിൽ വരുന്നതിന് മുൻപേ അദ്ദേഹം മറ്റുള്ള സ്ഥലങ്ങളും പോയി കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപേ പോയി കണ്ടിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ പ്രദേശങ്ങളാണ് ഏതൊക്കെ? സിറിയ, പേർഷ്യ, യമൻ, ഒമാൻ.
എന്നിവയൊക്കെ എന്നീ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിച്ചതിന് ശേഷമാണ് അദ്ദേഹം എവിടെ എത്തിയത്? ഇന്ത്യയിൽ എത്തിച്ചേർന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഹി സെറ്റ് ഓഫ് ഹിസ് ട്രാവൽ ടു ഇന്ത്യ ഇൻ 1332. അതായത് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഏത് വർഷത്തിനിടക്കാണ്? 1332 to 33 കാലയളവിലാണ് അദ്ദേഹം എവിടെ എത്തിച്ചേർന്നത്? ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ദ റീച്ച്ഡ് സിന്ധ് ഇൻ 1333. സിന്ധിൽ എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1333. അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1332 to 33 കാലയളവിലാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. എന്നാൽ അദ്ദേഹം സിന്ധിലെത്തിയ വർഷം എന്ന് ചോദിച്ചാൽ അത് ഏത് വർഷമാണ്? 1333. 1333 എവിടെ എത്തിച്ചേർന്നത്? സിന്ധിൽ എത്തിച്ചേർന്നത്. ഹി വാസ് ഏബിൾ ടു ഗെറ്റ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ സുൽത്താൻ ഓഫ് ഡൽഹി മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹം അതായത് ഈ യാത്രയിൽ സഞ്ചാരത്തിലൂടെ പോകുമ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അതായത് അന്നത്തെ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ കേൾക്കാനിടയായി. അതായത് കലയെയും സാഹിത്യത്തെയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രകീർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രോത്സാഹനത്തെക്കുറിച്ച് അറിഞ്ഞ ഇബ്നു ബത്തൂത്ത ആറിൽ ആകൃഷ്ടനായി? ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ ആകൃഷ്ടനായി. ദ സുൽത്താൻ വാസ് ഇംപ്രസ്ഡ് ബൈ ദ സ്കോളാസ്റ്റിക് ഓഫ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ ആരും ഇംപ്രസ്സായി അല്ലെങ്കിൽ കൂടുതൽ ആകൃഷ്ടനായി? ഡൽഹി സുൽത്താനേറ്റും അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും എന്ത് ചെയ്തു? ആകൃഷ്ടനായി. അതുകൊണ്ട് തന്നെ അപ്പോയിന്റഡ് ഹിം ആസ് ദ കാസി ഓർ ജഡ്ജ് ഓഫ് ഡൽഹി. അതായത് ഈ ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ കൂടുതൽ ആകൃഷ്ടനായ ഭരണാധികാരി ഈ ഇബ്നു ബത്തൂത്തയെ എന്തായി നിയമിച്ചു? കാസി ഓർ ജഡ്ജ്, അല്ലെങ്കിൽ ആ ഒരു കാസിയായിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജിയായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ആരെയാണ് നിയമിച്ചത്? ഇബ്നു ബത്തൂത്തയെ. കാരണം ഇബ്നു ബത്തൂത്ത കേൾക്കാനിടയായ ഒരു ഭരണാധികാരിയാണ് ആര്? ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹം കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ ആകൃഷ്ടനായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ പോവുകയും ആ പോകുന്നതിനിടയ്ക്ക് ഈ ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ ആര് ആകൃഷ്ടനായി? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ ആകൃഷ്ടനാവുകയും അദ്ദേഹത്തെ അപ്പോയിന്റഡ് ആസ് ജഡ്ജ് ഓർ കാസി, ഒരു കാസിയായിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. ഹി റിമൈൻഡ് ഫോർ മെനി ഇയേഴ്സ്. അതായത് ഹി റിമൈൻഡ് ഫോർ മെനി ഇയേഴ്സ്. അതായത് ഈ ഒരു കാസിയായിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് ഇബ്നു ബത്തൂത്ത കുറേ കാലം ചിലവഴിച്ചു, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ നിന്ന് തന്നെ കുറേ കാലം അദ്ദേഹം ചിലവഴിച്ചിരുന്നു. ദ സുൽത്താൻ അപ്പോയിന്റഡ് ഹിം ആസ് ഹിസ് അംബാസിഡർ ടു ചൈന. അതുപോലെ തന്നെ ഈ സുൽത്താൻ ഒരു ഇത് കൊടുക്കണം, അംബാസിഡർ ടു ചൈന. ചൈനയിലേക്ക് പോകാൻ ആർക്ക് ഉത്തരവ് നൽകുകയാണ്? ഇബ്നു ബത്തൂത്തയ്ക്ക് ഉത്തരവ് നൽകിയിരുന്നു. ഡ്യൂറിങ് ഹിസ് ജേർണി ടു ചൈന ഹി ആൾസോ വിസിറ്റഡ് മലബാർ കോസ്റ്റ്, മാൽദീവ്സ്, ബംഗാൾ, ആസാം ആൻഡ് സുമാത്ര. അതുപോലെ തന്നെ ഡ്യൂറിങ് ഹിസ് ജേർണി ടു ചൈന ഹി ആൾസോ വിസിറ്റഡ് മലബാർ കോസ്റ്റ്, മാൽദീവ്സ്, ബംഗാൾ, ആസാം ആൻഡ് സുമാത്ര. അതായത് ചൈനയിലേക്ക് പോകുന്ന ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ അദ്ദേഹം ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്? മലബാർ കോസ്റ്റ്, മാൽദീവ്സ്, ബംഗാൾ, ആസാം ആൻഡ് സിറിയ. മലബാർ തീരങ്ങളിലൂടെയും അതുപോലെ തന്നെ മാലിദ്വീപ്, പിന്നെ അതുപോലെ ബംഗാൾ, ആസാം, സുമാത്ര എന്നീ പ്രദേശങ്ങളിലേക്കും ആര് ട്രാവൽ ചെയ്തിരുന്നു? ഇബ്നു ബത്തൂത്ത ട്രാവൽ ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുല്യമായ ഒരു വിനിമയ സംവിധാനം. ഓൾമോസ്റ്റ് ഓൾ ട്രേഡ് റൂട്ട്സ് വർ വെൽ സപ്ലൈഡ് വിത്ത് ഇൻസ് ആൻഡ് ഗസ്റ്റ് ഹൗസസ്. അതായത് ഒട്ടുമിക്ക വ്യാപാര കേന്ദ്രങ്ങളിലെ റോഡുകളിലും അല്ലെങ്കിൽ വ്യാപാര റൂട്ടുകളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക റോഡുകളിലും വ്യാപാര റൂട്ടുകളിലുള്ള അല്ലെങ്കിൽ ട്രേഡ് റൂട്ടുകളിലുള്ള എല്ലാ റൂട്ടുകളിലും ഇൻസ് ആൻഡ് ഗസ്റ്റ് ഹൗസ്, അതായത് അതിഥി മന്ദിരങ്ങളും സത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒട്ടുമിക്ക ഈ ട്രേഡ് റൂട്ടുകളിലും നിർമ്മിച്ചിരുന്നു? സത്രങ്ങളും അതിഥി മന്ദിരങ്ങളും സ്ഥാപിച്ചിരുന്നു.
Ibn Battuta was amazed by the efficiency of the postal system. ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതെന്താണ് പോസ്റ്റൽ സിസ്റ്റം. അത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പോസ്റ്റൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ തപാൽ സംവിധാനത്തെ ആരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു? ഇബ്നു ബത്തൂത്തയെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ദ പോസ്റ്റൽ സിസ്റ്റം വാസ് ഓഫ് ടു കൈൻഡ്സ്. പോസ്റ്റൽ സിസ്റ്റം എത്ര തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്? 2 തരത്തിലുള്ള പോസ്റ്റൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഹോസ് പോസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഫുഡ് പോസ്റ്റ്. ഹോസ് പോസ്റ്റിനെ ഈസ് ആൾസോ നോൺ ആസ് അല്ലെങ്കിൽ എന്താണ് ഹോസ് പോസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ഉലുക്ക് ആൻഡ് ഫുഡ് പോസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ദവ. അതായത് ഇന്ത്യയിൽ 2 തരത്തിലുള്ള തപാൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഹോസ് പോസ്റ്റ് അശ്വ തപാലും സെക്കൻഡ് വൺ ഫുഡ് പോസ്റ്റ് കാലാ തപാലും. ഈ അശ്വ തപാലിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഉലൂക്ക്. അതായത് ഉലൂക്ക് എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്? അശ്വ തപാലിനെ. എന്നാൽ കാലാ തപാലിനെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദവ. അപ്പോൾ അശ്വ തപാൽ എന്ന് പറഞ്ഞാൽ അതായത് 1 മൈൽ അകലത്തിൽ അശ്വ തപാൽ എന്ന് പറഞ്ഞാൽ 4 മൈൽ അകലത്തിൽ രാജകീയ കുതിരകളെ ഉപയോഗിച്ച് നടത്തുന്ന തപാൽ സംവിധാനമാണ് എന്ത്? ഹോസ് പോസ്റ്റ് അഥവാ അശ്വ തപാൽ. എന്നാൽ ഫുഡ് പോസ്റ്റ് അഥവാ ദവ എന്ന് പറയുന്നത് 1 മൈൽ അകലത്തിൽ 3 താവളങ്ങൾ ഉള്ള തപാൽ സംവിധാനമാണ് ഏത്? ദവ അഥവാ ഫുഡ് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ദ വേർഡ് ദവ മീൻസ് 1/3, അതായത് 1/3 എന്നാണ് ഏത് വേർഡിൻ്റെ അർത്ഥം? ദവ എന്ന വാക്കിൻ്റെ അർത്ഥം. ദിസ് സിസ്റ്റം എനേബിൾഡ് merchants to send information, remit credit across long distances, dispatch goods required at short notice. അതായത് ഈ തപാൽ സംവിധാനം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മെർച്ചൻസ് അതായത് കച്ചവടക്കാർ ടു സെൻഡ് ഇൻഫോർമേഷൻ അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അറിവുകൾ അല്ലെങ്കിൽ ആശയങ്ങളെല്ലാം അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെമിറ്റ് ക്രെഡിറ്റ് അതായത് വായ്പ അടയ്ക്കാൻ വേണ്ടിയിട്ടും ഡിസ്പാച്ച് ഗുഡ്സ് റിക്വയർ അറ്റ് ഷോർട്ട് നോട്ടീസ് അതായത് സാധനങ്ങളൊക്കെ ഒരു ഷോർട്ട് നോട്ടീസിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ തപാൽ സംവിധാനം അല്ലെങ്കിൽ പോസ്റ്റൽ സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫ്രാങ്കോയിസ് ബെർണിയർ. ഫ്രാങ്കോയിസ് ബെർണിയർ വാസ് ഫ്രഞ്ച് ബൈ ബർത്ത് ആൻഡ് ഡോക്ടർ. ഫ്രാങ്കോയിസ് ബെർണിയർ ഒരു ഫ്രഞ്ച് സഞ്ചാരിയും അതുപോലെ തന്നെ ഒരു ഒരു ഡോക്ടറുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ ഒരു ഫ്രഞ്ച് സഞ്ചാരിയും ഡോക്ടറുമായിരുന്നു. ഹി വാസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ. അതുപോലെ തന്നെ രാഷ്ട്രീയ തത്വചിന്തകനുമായിരുന്നു ആര്? ഫ്രാങ്കോയിസ് ബെർണിയർ. ആൻഡ് ഹിസ്റ്റോറിയൻ ചരിത്രകാരനുമായിരുന്നു. ഫ്രാങ്കോയിസ് ബെർണിയർ ആരായിരുന്നു? ഫ്രഞ്ചുകാരനായിരുന്നു, ഡോക്ടറായിരുന്നു, പൊളിറ്റിക്കൽ ഫിലോസഫറാണ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിയനാണ്. അതായത് ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ്, ഡോക്ടറാണ്, രാഷ്ട്രീയ തത്വചിന്തകനാണ്, ചരിത്രകാരനുമായിരുന്നു. ഇതൊക്കെ ആരുടെ വിശേഷണങ്ങളാണ്? ഫ്രാങ്കോയിസ് ബെർണിയറിന്റെ വിശേഷണങ്ങളാണ്. ഹി കെയിം ടു ദ മുഗൾ എംപയർ ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ അവസരങ്ങൾ തേടിയാണ് ഫ്രാങ്കോയിസ് ബെർണിയർ മുഗൾ സാമ്രാജ്യത്തിലെത്തിയത്. ഹി കെയിം ടു ദ മുഗൾ എംപയർ ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് അവസരങ്ങൾ തേടിയാണ് ആര് മുഗൾ സാമ്രാജ്യത്തിലെത്തിയത്? ഫ്രാങ്കോയിസ് ബെർണിയർ മുഗൾ സാമ്രാജ്യത്തിലെത്തിയത്. ഹി ലിവ്ഡ് ഇൻ ഇന്ത്യ ഫോർ 12 years ഫ്രം 1656 to 1668. അതായത് അദ്ദേഹം ഇന്ത്യയിൽ എത്ര വർഷം താമസിച്ചു എന്നാണ് പറയുന്നത്? 12 വർഷത്തോളം ഫ്രാങ്കോയിസ് ബെർണിയർ ഇന്ത്യയിൽ താമസിച്ചിരുന്നു. ബെർണിയർ ട്രാവൽ to different parts of the country and wrote accounts based on his own observations and compared the social conditions in India with the situations in Europe. Francois Bernier traveled to different parts of the country. Francois Bernier രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ട്രാവൽ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
സഞ്ചരിച്ചിരുന്നു? ഫ്രാങ്കോയിസ് ബെർണിയർ സഞ്ചരിച്ചിരുന്നു. ആൻഡ് റോട്ട് അക്കൗണ്ട്സ് ബേസ്ഡ് ഓൺ ഹിസ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് കമ്പയർഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ സിറ്റുവേഷൻസ് ഇൻ യൂറോപ്പ്. ഫ്രാങ്കോയിസ് ബെർണിയർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും സന്ദർശിച്ചിരുന്നു. രാജ്യത്തിനകത്ത് അദ്ദേഹം എന്തെല്ലാം കണ്ടോ അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? രസകരമായ രീതിയിൽ വിവരണങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു. അതായത് ഇന്ത്യയെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തിയത്? യൂറോപ്പിലെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി. അത് കമ്പയർ ടു ഇന്ത്യ ടു യൂറോപ്പ്. അതായത് എന്താണ്, അദ്ദേഹം എന്തിനെയാണ് കമ്പയർ ചെയ്തത്? ഇന്ത്യയിലെ കാര്യങ്ങളെ എന്ത് ചെയ്തു? ആരുമായിട്ടാണ് കമ്പയർ ചെയ്തത്? കമ്പയർ ദ സോഷ്യൽ കണ്ടീഷൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ സിറ്റുവേഷൻസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ സിറ്റുവേഷനുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? വിലയിരുത്തിയത്. ഹി ഡെഡിക്കേറ്റഡ് ഹിസ് വർക്ക് ടു ലൂയിസ് XIV, ദ കിങ് ഓഫ് ഫ്രാൻസ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്? അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു? ലൂയിസ് 14 ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു ലൂയിസ് 14 വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൃതികൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ഹിസ് വർക്ക് വർ പബ്ലിഷ്ഡ് ഇൻ ഫ്രാൻസ് ഇൻ 1670-71. അതായത് ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതികൾ 1670-71 ഫ്രാൻസിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതായത് ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതികൾ 1670-71 ഫ്രാൻസിൽ വെച്ച് എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. അതായത് ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതി ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1670-71 1670-71 ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചത്. ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്, ഡച്ച്, ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ. 5 വർഷത്തിനുള്ളിൽ ഇവയെല്ലാം എന്ത് ചെയ്തു? ഇംഗ്ലീഷ്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ എന്നീ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിഫറൻസ് ഇൻ പെർസ്പെക്റ്റീവ് ബിറ്റ്വീൻ ഇബ്നു ബത്തൂത്ത ആൻഡ് ബെർണിയർ. അതായത് ഇബ്നു ബത്തൂത്തയുടെയും ബെർണിയറുടെയും വീക്ഷണങ്ങളിലെ വ്യത്യാസം. അതായത് ഇബ്നു ബത്തൂത്തയുടെ വീക്ഷണങ്ങളും അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ബെർണിയറുടെ വീക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇബ്നു ബത്തൂത്ത അട്രാക്റ്റഡ് ദ നോവൽറ്റി ആൻഡ് സ്ട്രേഞ്ച്നെസ് ഓഫ് തിങ്സ്. എന്താണ് ഇബ്നു ബത്തൂത്തയുടെ പ്രത്യേകത? കാര്യങ്ങളുടെ പുതുമ, അപരിചിതത്വം എന്നിവയാണ് ആരെ ആകർഷിച്ചത്? ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചത്. ഇബ്നു ബത്തൂത്ത അട്രാക്റ്റഡ് ദ നോവൽറ്റി ആൻഡ് സ്ട്രേഞ്ച്നെസ് ഓഫ് തിങ്സ്. സ്ട്രേഞ്ച്നെസ് ഓഫ് തിങ്സ് എന്താണ്? പുതുമ, അപരിചിതത്വം എന്നിവയാണ് ആരാകർഷിച്ചത്? ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചത്. എന്നാൽ ഫ്രാങ്കോയിസ് ബെർണിയറുടെ കാര്യത്തിൽ നോക്കാം. എംഫസൈസ് വാസ് പ്ലേസ്ഡ് ഓൺ ഡിപ്രസിംഗ് സിറ്റുവേഷൻസ്. നിരാശാജനകമായ സാഹചര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിരുന്നു. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ എന്തിനാണ് ഊന്നൽ നൽകിയത് അല്ലെങ്കിൽ സ്ട്രെസ് നൽകിയത്? എംഫസൈസ് വാസ് പ്ലേസ്ഡ് ഓൺ ഡിപ്രസിംഗ് സിറ്റുവേഷൻസ്. നിരാശാജനകമായ സാഹചര്യങ്ങൾക്കാണ് ആര് കൂടുതൽ എംഫസൈസ് ചെയ്തത്? ഫ്രാങ്കോയിസ് ബെർണിയർ എംഫസൈസ് ചെയ്തത് അല്ലെങ്കിൽ ഊന്നൽ നൽകിയത്. ദെൻ ഇബ്നു ബത്തൂത്ത wrote descriptions of everything of interest and prestige. എന്താണ്? താല്പര്യവും മതിപ്പും ഉളവാക്കിയ എല്ലാറ്റിനെ കുറിച്ചും വിവരണങ്ങൾ ആരെഴുതി? ഇബ്നു ബത്തൂത്ത എഴുതിയിരുന്നു. അപ്പോൾ ഇബ്നു ബത്തൂത്തൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇബ്നു ബത്തൂത്ത അട്രാക്റ്റഡ് ദ നോവൽറ്റി ആൻഡ് സ്ട്രേഞ്ച്നെസ് ഓഫ് തിങ്സ്. ദെൻ റോട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറിത്തിങ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രസ്റ്റീജ്. അതായത് കാര്യങ്ങളുടെ പുതുമ, അപരിചിതത്വം എന്നിവ ആരെ ആകർഷിച്ചിരുന്നു? ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചിരുന്നു. ദെൻ അദ്ദേഹം എന്താണ് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്? അതായത് അദ്ദേഹം താല്പര്യവും മതിപ്പും ഉളവാക്കിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതിയിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആരെഴുതിയിരുന്നു? ഇബ്നു ബത്തൂത്ത എഴുതിയിരുന്നു. ദെൻ ഫ്രാങ്കോയിസ് ബെർണിയർ എംഫസൈസ് വാസ് പ്ലേസ്ഡ് ഓൺ ഡിപ്രസിംഗ് സിറ്റുവേഷൻ. നിരാശാജനകമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? കൂടുതൽ എംഫസൈസ് നൽകി. അതായത് നിരാശാജനകമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ദെൻ എവറിത്തിങ് ഫൗണ്ട് ഇൻ ഇന്ത്യ വാസ് കമ്പയർഡ് വിത്ത് ദ സിറ്റുവേഷൻ ഇൻ യൂറോപ്പ് ആൻഡ് കോൺട്രാഡിക്ഷൻ വേർ ഫൗണ്ട്. അതായത് ഇന്ത്യയിൽ കണ്ടതിനെയെല്ലാം എന്ത് ചെയ്തു?
അതായത് ഇന്ത്യയിൽ കണ്ടതിനെയെല്ലാം യൂറോപ്പിലെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, എങ്ങനെയാണ് വിലയിരുത്തിയത്, യൂറോപ്പിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ കാര്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തത്, വിലയിരുത്തിയത്. ഈ 2 പോയിന്റ്സ് ആണ് ഓരോ ഇബ്നു ബത്തൂത്തയും ഫ്രാങ്കോയിസ് ബെർണിയറും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ വീക്ഷണങ്ങളിലെ വ്യത്യാസം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ്, ഭൂവുടമസ്ഥയുടെ പ്രശ്നം. അക്കോർഡിംഗ് ടു ബെർണിയർ, one of the fundamental difference between Mughal India and Europe was the lack of private property in the Indian society. മുഗൾ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ആരുടെ കാഴ്ചപ്പാട്, ഫ്രാങ്കോയിസ് ബെർണിയറുടെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, മുഗൾ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ എന്തുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. He had a firm belief in the virtue of private property. ഫ്രാങ്കോയിസ് ബെർണിയർ സ്വകാര്യ സ്വത്തിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്, ഫ്രാങ്കോയിസ് ബെർണിയർ. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ സ്വകാര്യ സ്വത്തിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. He thought that the Mughal emperor owned all land and distributed it among the nobles. അതായത് മുഗൾ സാമ്രാജ്യത്തിൽ എല്ലാ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു, ചക്രവർത്തിക്കായിരുന്നു. He thought that the Mughal emperor owned all land that distributed it among the nobles. അതായത് മുഗൾ സാമ്രാജ്യത്തിൽ എല്ലാ ഭൂമികളുടെയും ഉടമസ്ഥാവകാശം ചക്രവർത്തിക്കാണെന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്, ഫ്രാങ്കോയിസ് ബെർണിയർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെല്ലാം പ്രഭുക്കന്മാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഭൂമിയുടെ മേലുള്ള രാജകീയ ഉടമസ്ഥാവകാശത്തിന്റെ പോരായ്മകളും ആര് വിശദീകരിക്കുന്നുണ്ട്, ഫ്രാങ്കോയിസ് ബെർണിയർ വിശദീകരിക്കുന്നു. അതായത് ഭൂമിയുടെ രാജകീയ ഉടമസ്ഥതയുടെ ന്യൂനതകൾ ആര് വിവരിക്കുന്നുണ്ട്, ഫ്രാങ്കോയിസ് ബെർണിയർ വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ ലാൻഡ്സ് അണ്ടർ ദി ക്രൗൺ ഓണർഷിപ്പ് കുഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു ദെയർ ചിൽഡ്രൻ. എന്താണ് പറയുന്നത്, ദ ലാൻഡ്സ് അണ്ടർ ദി ക്രൗൺ ഓണർഷിപ്പ് കുഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു ദെയർ ചിൽഡ്രൻ. ഭൂവുടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി സന്താനങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഭൂ ഉടമസ്ഥതയിലുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ എന്താണ്, ഭൂ ഉടമസ്ഥതയിലുള്ള ന്യൂനതകളാണ് ആര് പറയുന്നത്, ഫ്രാങ്കോയിസ് ബെർണിയർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി ആർക്ക് കൈമാറാൻ കഴിയില്ല, അവരുടെ സന്താനങ്ങൾക്ക്. കുഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു ദെയർ ചിൽഡ്രൻ, അവരുടെ സന്താനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, കൈമാറാൻ കഴിയില്ല. അതായത് ഒരാളുടെ ഇപ്പോൾ ഒരാൾക്ക് ഭൂമി കൈവശം ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഈ ഭൂമി ആർക്ക് കൈമാറാൻ കഴിയില്ല, അയാളുടെ മക്കൾക്ക് കൈമാറാൻ കഴിയില്ല. Then they were not interested in maintaining or investing in the land. രണ്ടാമത്തെ പോരായ്മ എന്താണ് പറഞ്ഞത്, ഭൂമിയെ പരിപാലിക്കാനോ ഭൂമിയിൽ നിക്ഷേപം നടത്താനോ ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അന്നത്തെ ഈ ഭൂവുടമകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതായത് ഭൂവുടമകൾക്ക് ഭൂമിയെ പരിപാലിക്കാനോ ഭൂമിയിൽ നിക്ഷേപം നടത്താനോ താല്പര്യമുണ്ടായിരുന്നില്ല. Then third point, it had ruined the agriculture. അതായത് കൃഷിയുടെ നാശത്തിന് കാരണമായി. ഏതിനാണ് കാരണമായത്, അഗ്രികൾച്ചറിന്റെ റൂയിൻ. അതായത് ഇറ്റ് ഹാഡ് റൂയിൻ ദി അഗ്രികൾച്ചർ, കൃഷിയുടെ നാശത്തിന് കാരണമായി. Then fourth point, oppressed the peasants, കർഷകരുടെ അടിച്ചമർത്തലിന് വഴിവെച്ചു. ബെർണിയർ says there was no middle class in India. ഇന്ത്യയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇത് ആരാണ് പറഞ്ഞത്, ഫ്രാങ്കോയിസ് ബെർണിയർ. ഫ്രാങ്കോയിസ് ബെർണിയർ says there was no middle class in India. എന്താണ്, ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ല എന്നാണ് ആരുടെ അഭിപ്രായം, ഫ്രാങ്കോയിസ് ബെർണിയറിന്റെ അഭിപ്രായം. There are two classes in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ എത്ര ക്ലാസസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര വർഗങ്ങളാണ് ഉണ്ടായിരുന്നത്, 2 വർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ പുവർ, സെക്കൻഡ് വൺ റിച്ച്. ഒന്നെന്താണ്, ദരിദ്രരും സമ്പന്നരും എന്നിങ്ങനെ 2 വർഗ്ഗക്കാർ മാത്രമാണ് എവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എവിടെ എന്തുണ്ടായിരുന്നില്ല, there was no middle class in India. ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗം ഉണ്ടായിരുന്നില്ല. ബെർണിയേഴ്സ് അസസ്മെന്റ് അറ്റ് ദി മുഗൾ എംപയർ.
ബെർണിയർ മുഗൾ സാമ്രാജ്യത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത് നോക്കാം. ഫസ്റ്റ് വൺ, ദ മുഗൾ കിങ് വാസ് ദ കിങ് ഓഫ് ബഗേഴ്സ് ആൻഡ് ബാർബേറിയൻസ്. അത് മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഫ്രാങ്കോയിസ് ബെർണിയർ വിശേഷിപ്പിച്ചത്. അതായത് ദ മുഗൾ കിങ് വാസ് ദ കിങ് ഓഫ് ബഗേഴ്സ് ആൻഡ് ബാർബേറിയൻസ്. ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു ആര്? മുഗൾ രാജാവ് എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? ഫ്രാങ്കോയിസ് ബെർണിയർ വിശേഷിപ്പിച്ചത്. ദെൻ മുഗൾ സിറ്റീസ് ആൻഡ് ടൗൺസ് were ruined and polluted with ill air. അതായത് മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും ദുഷിച്ച വായുവാൽ മലീനസമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? മുഗൾ രാജാവ് ബഗേഴ്സിന്റെയും ബാർബേറിയൻസിന്റെയും കിങ് ആണ്. അല്ലെങ്കിൽ എന്താണ്? ദ മുഗൾ കിങ് വാസ് ദ കിങ് ഓഫ് ബഗേഴ്സ് ആൻഡ് ബാർബേറിയൻസ്. അതായത് മുഗൾ രാജാവ് എങ്ങനെയുള്ള ആളാണെന്ന്, എങ്ങനെയുള്ള രാജാവായിരുന്നു എന്നാണ് പറയുന്നത്? ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. അതുപോലെ തന്നെ മുഗൾ സിറ്റീസ് ആൻഡ് ടൗൺസ് were ruined and polluted with ill air. അതായത് മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും ദുഷിച്ച വായുവാൽ മലീനസമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. Its fields overspread with bush and full of pestilential marshes. അതുപോലെ തന്നെ സാമ്രാജ്യത്തിലെ പാടശേഖരങ്ങൾ കുറ്റിക്കാടുകളും രോഗജന്യമായ ചതുപ്പുകളും നിറഞ്ഞവയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഫ്രഞ്ച് ഫിലോസഫർ മോണ്ടസ്ക്യൂ യൂസ്ഡ് ബെർണിയേഴ്സ് അക്കൗണ്ട് ആൻഡ് ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം. അതായത് ഫ്രഞ്ച് തത്വചിന്തകനായ മോണ്ടസ്ക്യൂ ബെർണിയറുടെ വിവരണങ്ങൾ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം അഥവാ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന ആശയം വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. ദ ഫ്രഞ്ച് ഫിലോസഫർ മോണ്ടസ്ക്യൂ യൂസ്ഡ് ബെർണിയേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം. അതായത് ഫ്രഞ്ച് തത്വചിന്തകനായ മോണ്ടസ്ക്യൂ ഫ്രാങ്കോയിസ് ബെർണിയറുടെ വിവരണങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? അദ്ദേഹത്തിന്റെ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. According to this idea, in Asia the king enjoyed absolute authority over his subjects and on all lands. ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണമായ അധികാരം ഉണ്ടായിരുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. അതായത് ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയം എന്താണ്? ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണമായ അധികാരം ഉണ്ടായിരുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. അക്കോർഡിംഗ് ടു ദിസ് ഐഡിയ, ഇൻ ഏഷ്യ ദ കിങ് എൻജോയ്ഡ് അബ്സല്യൂട്ട് അതോറിറ്റി ഓവർ ഹിസ് സബ്ജക്ട്സ് ആൻഡ് ഓൺ ഓൾ ലാൻഡ്സ്. അതെന്താണ്? ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണമായ അധികാരം ഉണ്ടായിരുന്നു എന്ന് ഈ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു? വാദിക്കുന്നു. അതുപോലെ തന്നെ there was no private property. അവിടെ എന്തുണ്ടായിരുന്നില്ല? സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല, അഥവാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല. കാൾ മാർക്സ് ഡെവലപ്ഡ് ദാറ്റ് ഐഡിയ ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം ആസ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊട്ടക്ഷൻ. 19-ാം നൂറ്റാണ്ടിൽ കാൾ മാർക്സ് എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഈ സങ്കല്പത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യാറ്റിക് ഉൽപാദന രീതി അഥവാ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. കാൾ മാർക്സ് വികസിപ്പിച്ചെടുത്ത ആശയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോണ്ടസ്ക്യൂയുടെ ആശയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓറിയന്റൽ ഡെസ്പോട്ടിസം. അതായത് ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന ആശയത്തെ ആസ്പദമാക്കി 19-ാം നൂറ്റാണ്ടിൽ കാൾ മാർക്സ് ഒരു ആശയം വികസിപ്പിച്ചിരുന്നു. വികസിപ്പിച്ച ആശയത്തിന് പറയുന്ന പേരാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഏഷ്യാറ്റിക് ഉൽപാദന രീതി. He argued that before colonialism, surplus production was appropriated by the state. എന്താണ് പറയുന്നത്? He argued that before colonialism, surplus production was appropriated by the state. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഏഷ്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഉൽപാദന മെച്ചം കൈയടക്കിയിരുന്നത് രാഷ്ട്രമാണെന്നാണ് ആര് വാദിച്ചത്? കാൾ മാർക്സ് വാദിച്ചത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ ബിഫോർ കൊളോണിയലിസം സർപ്ലസ് പ്രൊഡക്ഷൻ വാസ് അപ്രോപ്രിയേറ്റഡ് ബൈ ദി സ്റ്റേറ്റ്.
This led to emergence of autonomous and equalitarian village community. ഇത് സ്വയംഭരണാധികാരവും തുല്യതയുമുള്ള അനേക ഗ്രാമസമുദായങ്ങൾ അടങ്ങിയ ഒരു സമൂഹത്തിന്റെ ആവിർഭാവത്തിന് കാരണമായി. ഇത് ഏതിലേക്കാണ് നയിച്ചത്? ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഓട്ടോണമസ് ആൻഡ് ഇക്വലേറിയൻ വില്ലേജ് കമ്മ്യൂണിറ്റി. അതായത് സ്വയംഭരണാധികാരവും തുല്യതയുമുള്ള ഒരു സമൂഹത്തിന്റെ ആവിർഭാവത്തിന് ഏത് കാരണമായി? ഈ ആശയങ്ങൾ കാരണമായി. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി. എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി, അതിസങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യം. ബെർണിയർ പോയിന്റ് ഔട്ട് എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ പോയിന്റ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ത്? അതിസങ്കീർണമായ ഒരു സാഹസിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഫ്രാങ്കോയിസ് ബെർണിയർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായിരുന്നു ആ സാഹസിക അല്ലെങ്കിൽ സാമൂഹ്യ യാഥാർത്ഥ്യം? ആ സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിസൻസ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ മാനുഫാക്ചറിങ് ഓഫ് ദെയർ മാനുഫാക്ചേഴ്സ്. അതായത് ആർട്ടിസൻസ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റീസ് ഓഫ് ദെയർ മാനുഫാക്ചേഴ്സ്. കൈത്തൊഴിലുകാർക്ക് അവരുടെ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് കൈത്തൊഴിലുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് ആർട്ടിസൻസിന് എന്തുണ്ടായിരുന്നില്ല? ദെയർ മാനുഫാക്ചർ അത് എന്ത് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു സോഷ്യൽ റിയാലിറ്റിയാണ് എന്ത്? ആർട്ടിസൻസ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദെയർ മാനുഫാക്ചേഴ്സ്. ആർട്ടിസൻസിന് എന്തുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൈത്തൊഴിലുകാർക്ക് എന്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്? അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. Then he argued that vast quantities of the world's gold silver flowed into India. അതായത് അദ്ദേഹം ഒരു സമ്മതിച്ച ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിച്ച ഒരു കാര്യമാണ് എന്ത്? ലോകത്തിലുണ്ടായിരുന്ന ഗോൾഡും സിൽവർ അല്ലെങ്കിൽ സ്വർണവും വെള്ളിയും കൂടുതലായിട്ട് ഒഴുകിയിരുന്നത് എങ്ങോട്ടായിരുന്നു? ഇന്ത്യയിലേക്കായിരുന്നു എന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ചിരുന്നു. അത് ലോകത്തിലുള്ള കൂടുതൽ സ്വർണവും വെള്ളിയും എങ്ങോട്ട് ഒഴുകിയിരുന്നു? ഇന്ത്യയിലേക്ക് ഒഴുകി വന്നിരുന്നു എന്നുള്ളത് ആര് അംഗീകരിച്ചു? ഫ്രാങ്കോയിസ് ബെർണിയർ അംഗീകരിച്ചിരുന്നു. ഹി അഗ്രീഡ് ദാറ്റ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ വേൾഡ്സ് ഗോൾഡ് സിൽവർ ഫ്ലോഡ് ഇൻ ടു ഇന്ത്യ. അതായത് കൂടുതലായിട്ട് സ്വർണവും വെള്ളിയും എങ്ങോട്ട് ഒഴുകിയത് ആര് അംഗീകരിച്ചു? ഇന്ത്യയിലേക്ക് സ്വർണവും വെള്ളിയും കൂടുതലായിട്ട് ഒഴുകിയിരുന്നു എന്നുള്ളത് ഫ്രാങ്കോയിസ് ബെർണിയർ അംഗീകരിച്ചിരുന്നു. Then he also mentioned that there existed a prosperous merchants community engaging in long distance trade. അതുപോലെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമാണ് എന്ത്? ദൂരദേശ വ്യാപാരത്തിലും കൈമാറ്റത്തിലും സമ്പന്നമായ വാണിജ്യ സമൂഹങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നുള്ളതും ആര് ചൂണ്ടിക്കാട്ടി? ഫ്രാങ്കോയിസ് ബെർണിയർ ചൂണ്ടിക്കാട്ടി. He also mentioned there existed a prosperous merchants community engaging in long distance trade. അതായത് ദൂരദേശ വ്യാപാരത്തിലും കൈമാറ്റത്തിലും സമ്പന്നമായ വാണിജ്യ സമുദായങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നുള്ളതും ആര് അംഗീകരിച്ചിരുന്നു? ഫ്രാങ്കോയിസ് ബെർണിയർ അംഗീകരിച്ചിരുന്നു. ഹി ഡിസ്ക്രൈബ്ഡ് മുഗൾ സിറ്റീസ് ആസ് ക്യാമ്പ് ടൗൺ. അദ്ദേഹം ഫ്രാങ്കോയിസ് ബെർണിയർ മുഗൾ സിറ്റിയെ അല്ലെങ്കിൽ മുഗൾ നഗരങ്ങളെ എന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? ക്യാമ്പ് ടൗൺസ് അഥവാ ഒരു പാളയ നഗരങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് മുഗൾ സിറ്റീസ് ആസ് കാൾഡ് ക്യാമ്പ് ടൗൺ. ക്യാമ്പ് ടൗൺ അഥവാ പാളയ നഗരങ്ങൾ. എന്തുകൊണ്ടാണ് അദ്ദേഹം മുഗൾ സിറ്റി അല്ലെങ്കിൽ മുഗൾ നഗരങ്ങളെ ക്യാമ്പ് ടൗൺ ആയിട്ട് കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണ്? വിച്ച് വർ ഡിപ്പെൻഡഡ് അപ്പോൺ ഇംപീരിയൽ പാട്രണേജ്. അതായത് ഇതാണ് കാരണം. ഡിപ്പെൻഡ് അപ്പോൺ ഇംപീരിയൽ പാട്രണേജ്. അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇംപീരിയൽ പാട്രണേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് പാളയ നഗരങ്ങൾ എന്ന് മുഗൾ നഗരങ്ങളെ അല്ലെങ്കിൽ മുഗൾ സിറ്റിയെ ഫ്രാങ്കോയിസ് ബെർണിയർ പാളയ നഗരങ്ങൾ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ദർ ഡിപ്പെൻഡ് അപ്പോൺ ഇംപീരിയൽ പാട്രണേജ്. അതായത് ഈ നഗരങ്ങളൊക്കെ മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുഗൾ നഗരങ്ങളൊക്കെ മുഗൾ നഗരങ്ങൾ നിലനിൽപ്പിനായിട്ട് ആരെ ആശ്രയിക്കുന്നുണ്ട്?
രാജധാനിയെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരങ്ങളെ എന്തായിട്ടാണ് ആര് വിശേഷിപ്പിക്കുന്നത്? ഫ്രാങ്കോയിസ് ബെർണിയർ പാളയ നഗരങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് പാളയ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ? ഡിപ്പെൻഡ് അപ്പോൺ ഇമ്പീരിയൽ പാട്രണേജ്, എന്താണ്, നിലനിൽപ്പിനായിട്ട് രാജധാനിയെ ആശ്രയിക്കുന്ന നഗരങ്ങളെ പൊതുവെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? പാളയ നഗരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഗൾ സിറ്റിയെ ഫ്രാങ്കോയിസ് ബെർണിയർ എന്തായിട്ട് കണക്കാക്കി? ക്യാമ്പ് ടൗൺ അഥവാ പാളയ നഗരങ്ങളായിട്ട് കണക്കാക്കി. മെർച്ചൻസ് ഹാഡ് സ്ട്രോങ് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മെർച്ചൻസിന്, വാണിജ്യ സമുദായങ്ങൾക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു കെട്ടുപാടുകൾ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇൻ വെസ്റ്റേൺ ഇന്ത്യ ഗ്രൂപ്പ്സ് കോൾഡ് മഹാജൻസ്, ദെയർ ചീഫ്സ് കോൾഡ് സേട്ട്. അതായത് പടിഞ്ഞാറേ ഇന്ത്യയിലെ വാണിജ്യ സമുദായങ്ങളെ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മഹാജൻസ്. അതായത് മഹാജന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്? പടിഞ്ഞാറേ ഇന്ത്യയിലെ വാണിജ്യ സമുദായങ്ങളെ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് പടിഞ്ഞാറേ ഇന്ത്യയിലെ വാണിജ്യ സമുദായങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മഹാജന്മാർ അഥവാ മഹാജൻസ്. അവരുടെ മേധാവി, ദെയർ ചീഫ്സ് കോൾഡ് സേട്ട്. അവരുടെ മേധാവിക്ക് പറയുന്ന പേരാണ് എന്ത്? സേട്ട്. ഇൻ അർബൻ സെന്റേഴ്സ് ദ ചീഫ് ഓഫ് ദ മെർച്ചൻസ് കമ്മ്യൂണിറ്റി ഹു വാസ് കോൾഡ് നഗർസേട്ട് കളക്റ്റീവ്ലി റെപ്രസെൻറ്റഡ് ദി മഹാജൻസ്. അതായത് നഗരപ്രദേശങ്ങളിൽ ഈ മഹാജന്മാരെ പൊതുവായിട്ട് പറയുന്ന പേരാണ് എന്ത്? നഗർസേട്ട് എന്നുള്ളത്. അതായത് നഗരപ്രദേശങ്ങളിൽ മഹാജന്മാരെ പൊതുവെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? നഗർസേട്ട് എന്ന്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ലേവ്സ്. സ്ലേവ്സ് വേർ സോൾഡ് ഇൻ മാർക്കറ്റ്. സ്ലേവുകളെ അല്ലെങ്കിൽ അടിമകൾ അടിമകളെ എവിടെയാണ് വിറ്റിരുന്നത്? അടിമകളെയും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റുകളിൽ അടിമകളെ വിറ്റിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്ലേവ് വേർ എക്സ്ചേഞ്ച് ആസ് ഗിഫ്റ്റ്. അതുപോലെ തന്നെ എന്തായിട്ട് നൽകിയിരുന്നു? ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനങ്ങളായിട്ടും ഏതിനെ നൽകിയിരുന്നു? അടിമകളെ നൽകിയിരുന്നു. സ്ലേവ് വേർ സോൾഡ് ഇൻ മാർക്കറ്റ്. അതായത് സ്ലേവ്സ് വേർ സോൾഡ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റുകളിൽ സോൾഡ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുകയും അതുപോലെ തന്നെ വേർ എക്സ്ചേഞ്ച് ആസ് ഗിഫ്റ്റായിട്ട് നൽകുകയും ചെയ്തിരുന്നു. ആരെയാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുന്നത്? സ്ലേവുകളെ അല്ലെങ്കിൽ അടിമകളെ. വെൻ ഇബ്നു ബത്തൂത്ത റീച്ച്ഡ് സിന്ധ് ഹി പർച്ചേസ്ഡ് ഹോഴ്സസ്, camel, slaves as gift for സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അല്ലെങ്കിൽ when Ibn Battuta reached Sindh, he purchased horses, camels, slaves as gift for സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതായത് ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആ ഒരു ടൈമിൽ, ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആ സമയത്ത് അദ്ദേഹം ആർക്ക് ഗിഫ്റ്റായിട്ട് നൽകിയിരുന്നു? സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് എന്തെല്ലാമാണ് ഗിഫ്റ്റായിട്ട് നൽകിയിരുന്നത്? ഹോഴ്സസ്, ക്യാമൽസ് ആൻഡ് സ്ലേവ്സ്. കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും പാരിതോഷികമായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് നൽകിയിരുന്നു. There was considerable differentiation among slaves. അതായത് എല്ലാ സ്ലേവുകളും അല്ലെങ്കിൽ എല്ലാ അടിമകളും ഒരുപോലെ ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് അടിമകളിലും വ്യത്യസ്തത ഉണ്ടായിരുന്നു. സം ഫീമെയിൽ സ്ലേവ്സ് were expert in music and dance. അതായത് അടിമ സ്ത്രീകളിൽ ചിലർക്ക് എന്തിനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? മ്യൂസിക് ആൻഡ് ഡാൻസ്. അതായത് സം ഫീമെയിൽ സ്ലേവ്സ് were experts in music and dance. ചില അടിമ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ചില അടിമ സ്ത്രീകൾക്ക് സംഗീതത്തിലും നൃത്തത്തിലും കഴിവുകൾ ഉണ്ടായിരുന്നു. ഫീമെയിൽ സ്ലേവ്സ് were also served as spies for the sultan. അതായത് ഫീമെയിൽ സ്ലേവ്സ് were also served as spies for the sultan. അതായത് അടിമ സ്ത്രീകൾ എന്തായിട്ടും സേവനം അനുഷ്ഠിച്ചിരുന്നു? സ്പൈസ് അല്ലെങ്കിൽ ചാരപ്രവർത്തികളും ചെയ്തിരുന്നു? അടിമ സ്ത്രീകൾ ചെയ്തിരുന്നു. അതായത് അടിമ സ്ത്രീകൾ ചാരപ്രവർത്തികളും ആർക്ക് വേണ്ടിയിട്ടാണ്? സുൽത്താന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് ചാരപ്രവർത്തികളും ചെയ്തിരുന്നു? അടിമ സ്ത്രീകൾ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. The slaves were used for domestic labor. സ്ലേവുകളെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു? ഡൊമസ്റ്റിക് ലേബറിന് അല്ലെങ്കിൽ വീട്ടുജോലികൾക്ക് വേണ്ടിയിട്ടും സ്ലേവുകളെ അല്ലെങ്കിൽ അടിമകളെ ഉപയോഗിച്ചിരുന്നു. ഈ വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും അതായത് അടിമ സ്ത്രീകളും അതുപോലെ തന്നെ
പുരുഷന്മാരെയും സ്ത്രീകളെയും അടിമകളായിട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു? ഡൊമസ്റ്റിക് ലേബറിന് അല്ലെങ്കിൽ വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് അത് സ്ത്രീകളെ മാത്രമായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്. മറിച്ച് ആരെയും ഉപയോഗിച്ചിരുന്നു? പുരുഷന്മാരെയും, അതായത് പുരുഷന്മാരായിട്ടുള്ള അടിമകളെയും വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് സ്ലേവ്സ് വാസ് വെരി ലോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സതി. ബെർണിയർ ഗേവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സതി. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ സതിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശദമായ വിവരണങ്ങൾ നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹി മെൻഷൻ ദാറ്റ് സം വുമൺ ടു എംബ്രൈസ് ഡെത്ത് ചിയർഫുള്ളി, അതേഴ്സ് വേർ ഫോഴ്സ്ഡ് ടു ഡെത്ത്. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ സതിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള വിവരണങ്ങൾ നൽകിയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ അദ്ദേഹം പറഞ്ഞത് ഹി മെൻഷൻ ദാറ്റ്, അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ്? സം വുമൺ ടു എംബ്രൈസ് ഡെത്ത് ചിയർഫുള്ളി, അതേഴ്സ് വേർ ഫോഴ്സ്ഡ് ടു ഡെത്ത്. അതായത് തൻ്റെ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ തന്നെ ചാടി മരിക്കാൻ ചില സ്ത്രീകൾ തയ്യാറാവാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ മരിച്ച അയാളെ നമ്മൾ ദഹിപ്പിക്കും. അതായത് അന്നത്തെ കാലത്ത് കത്തിക്കുകയാണ് ചെയ്യുക. മരിച്ച ആളെ എന്ത് ചെയ്യുക? കത്തിക്കും. ആ ഒരു ചിതയിലേക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ പിന്നീട് എന്ത് ചെയ്യില്ല, ജീവിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു ആചാരം. അതിന് പറയുന്ന പേരാണ് സതി. അപ്പോൾ ഈ സതി അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിലേക്ക് ആര് എടുത്തു ചാടണം? ഭാര്യ എടുത്തു ചാടണം. പിന്നീട് ഭർത്താവില്ലാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെന്ത് ചെയ്യും? ആ ഒരു സങ്കടം കൊണ്ട്, അന്നത്തെ ഒരു ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഭർത്താവ് പോയാൽ തനിക്ക് നീ ജീവിക്കണ്ട എന്നുള്ള രീതിയിൽ ചിലർ സ്വമേധയായി എടുത്തു ചാടാറുണ്ട്. എന്നാൽ മറ്റു ചിലർ എന്ത് ചെയ്യും? ഈ ചിതയിൽ ചാടി മരിക്കാൻ ചിലർക്ക് പേടി കാരണം അല്ലെങ്കിൽ അതിന് കഴിയാതെ വരും. ആ കഴിയാതെ വരുന്ന സ്ത്രീകളെ പൊതുവെ എന്ത് ചെയ്തു? മറ്റു ചിലരെന്ത് ചെയ്തു? ആ ചിതയിലേക്ക് എടുത്തിടാറാണ് പതിവ് എന്നാണ് ആര് പറയുന്നത്? ഫ്രാങ്കോയിസ് ബെർണിയർ. ഹി നോട്ടീസ് 12 years old young widow sacrificer. He noticed a 12 years old young widow sacrificer. ഇത് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം ഇദ്ദേഹം 12 വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ വിഡോ അല്ലെങ്കിൽ ഒരു വിധവ വിധവയെ ചിതയിലേക്ക് ഇടുന്നത് ആര് കണ്ടിട്ടുണ്ട്? ഫ്രാങ്കോയിസ് ബെർണിയർ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 12 വയസ്സ് ഇതിങ്ങനെ ഫ്രാങ്കോയിസ് ബെർണിയർ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോയിസ് ബെർണിയർ ഇന്ത്യയിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം സതി നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒന്നാണിത്. അതായത് ഫ്രാങ്കോയിസ് ബെർണിയർ, ഇബ്നു ബത്തൂത്ത, അൽ ബിറൂനി, ഈ 3 പേരിൽ സതി നേരിൽ കണ്ട വ്യക്തി ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ആൻസർ എന്താണ്? ഫ്രാങ്കോയിസ് ബെർണിയർ ആണ്. അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് ബെർണിയർ ആണ് എന്ത് കണ്ടത്? സതി നേരിൽ കണ്ടത്. അതായത് 12 വയസ്സുള്ള ഒരു വിധവയെ ചിതയിലേക്ക് എടുത്തിടുന്നത് ആര് കണ്ടിട്ടുണ്ട്? ഫ്രാങ്കോയിസ് ബെർണിയർ കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് വുമൺ ലേബർ. അതായത് വുമൺ ലേബർ വാസ് ക്രൂഷ്യൽ ഇൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതായത് സ്ത്രീകളുടെ സേവനം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലകളിലും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കാർഷികേതര മേഖലകളിലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വുമൺ ഫ്രം മെർച്ചൻസ് ഫാമിലീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. വാണിജ്യ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ വാണിജ്യ പ്രവർത്തനങ്ങൾ വരെ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വാണിജ്യ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾ വാണിജ്യ പ്രവർത്തനങ്ങൾ വരെ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വുമൺ ഫ്രം മെർച്ചൻസ് ഫാമിലീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. വാണിജ്യ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾ വാണിജ്യ പ്രവർത്തനങ്ങളിൽ വരെ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ കോടതികളിലും എന്തുണ്ടായിരുന്നു? സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പം സ്ത്രീകൾ വെറും അഗ്രികൾച്ചർ മേഖലകളിലോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ മാത്രമല്ല കാർഷികേതര മേഖലകളിലും ആര് പ്രവർത്തിച്ചിരുന്നു? സ്ത്രീകൾ അന്നത്തെ കാലത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.